കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർജിനെക്കുറിച്ചും പാഡിങ്ങിനെക്കുറിച്ചുമാണ് പഠിച്ചതല്ലേ. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ എന്താണ് മാർജിൻ, എന്താണ് പാഡിങ്, മാർജിൻ്റെയും പാഡിങ്ങിൻ്റെയും വാല്യൂസ് എന്തൊക്കെയാണ്, എപ്പോഴാണ് മാർജിൻ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് പാഡിങ് യൂസ് ചെയ്യേണ്ടത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എപ്പോഴാണ് മാർജിൻ കൊളാപ്സ് ചെയ്യുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർജിനും പാഡിങ്ങും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. കാരണം നമുക്ക് വെബ്സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മാർജിൻ്റെയും പാഡിങ്ങിൻ്റെയും കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസിങ് ഇഷ്യൂ ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർജിന് നമ്മൾ 4 വാല്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മാർജിന് മറ്റൊരു വാല്യൂ കൂടിയുണ്ട്, അതായത് ഓട്ടോ എന്ന് പറയുന്ന വാല്യൂ. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ആ ഒരു യൂസേജ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കും. അതുകൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർജിൻ ഓൾവേസ് കൊളാപ്സ് എന്നുള്ളത്, അല്ലേ? പക്ഷേ ചില സിറ്റുവേഷൻസിൽ മാർജിൻ കൊളാപ്സ് ചെയ്യില്ല. ആ ഒരു കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കും. അവസാനമായിട്ട് പഠിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഈ ബോക്സ് 1 നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമ്മൾ H3 അല്ലെങ്കിൽ H4 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാഗിനകത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, ആദ്യം നമ്മൾ കൊടുത്തത് ഇങ്ങനെയായിരുന്നു, അല്ലേ? അതിനുശേഷം വന്നിട്ട് നമ്മൾ റിസൾട്ട് നോക്കിയപ്പോൾ നമുക്ക് മാർജിനോ പാഡിങ്ങോ നമ്മൾ CSS റീസെറ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു സ്പേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണ് ഒഴിവാക്കുന്നത്? നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു പ്രൈമറി സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് എന്താണ്? അതിനെ നമ്മൾ CSS റീസെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും വെബ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എപ്പോഴാണ് നമുക്ക് മാർജിൻ വാല്യൂ ഓട്ടോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 4 വാല്യൂ കൊടുത്തു, ഓക്കെ. അതിനുശേഷം ഇതിപ്പോൾ മാർജിൻ ടോപ്പാണ്. അതിനുശേഷം ഞാനിവിടെ മാർജിൻ റൈറ്റ് ഞാൻ ഓട്ടോ കൊടുത്തു. ബാക്കി 2 വാല്യൂ ഞാൻ 0 ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഇവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബോക്സ് 1 എന്ന് പറയുന്നതിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 100% ആണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെ 100% ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓട്ടോ കൊടുത്തപ്പം ഒന്നും സംഭവിക്കാറുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി അതിനൊരു വിഡ്ത്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു വിഡ്ത്ത് 200 പിക്സൽ ഞാൻ വിഡ്ത്ത് കൊടുത്തു, സേവ് ചെയ്തു. ഞാനിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം, ഓക്കെ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ വിഡ്ത്ത് 200 പിക്സലായി, പക്ഷേ മാർജിൻ ഓട്ടോ അവിടെ ഇപ്പോഴും വർക്കായിട്ടില്ല, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓട്ടോ അവിടെ നിന്ന് കളഞ്ഞു. അപ്പോൾ 4 വാല്യൂ വീണ്ടും ഞാൻ കൊടുത്തു. ഇനി ഞാൻ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് 4ാമത്തെ വാല്യൂവിന് ഞാൻ ഓട്ടോ കൊടുത്തു, ഓക്കെ അല്ലേ? ഇനി ഞാൻ വന്നിട്ട് സേവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കണ്ടില്ലേ? അതായത് ഒരു ഡിവിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിൻ്റെ ലെഫ്റ്റ് വാല്യൂ ഓട്ടോ ആവുകയാണെങ്കിൽ അത് റൈറ്റ് എൻഡിലേക്ക് പുഷ് ചെയ്യും. എന്താണ് ഞാൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഡിവിൻ്റെ ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് വാല്യൂ ഓട്ടോ ആയിക്കഴിഞ്ഞാൽ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടോ ആയിരുന്നപ്പോൾ ആക്ച്വലി ആ ഓട്ടോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ HTML എലമെൻറ്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ലെഫ്റ്റ് വാല്യൂവും റൈറ്റ് വാല്യൂവും ഓട്ടോ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഞാനിവിടെ ഈ 2 വാല്യൂ, അതായത് റൈറ്റും ലെഫ്റ്റും നമുക്ക് ഓട്ടോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കണ്ടില്ലേ? അത് സെൻറ്ററിലേക്ക് മാറി. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, എങ്ങനെയാണ് ഒരു ഡിവിനെ സെൻറ്റർ ആക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഡിവിന് നമ്മളൊരു വിഡ്ത്ത് കൊടുക്കുക, അതിനുശേഷം റൈറ്റും ലെഫ്റ്റും ഓട്ടോ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഷോർട്ട് കട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 20 പിക്സൽ, അതിനുശേഷം ഓട്ടോ. അതായത് താഴെ മുകളിലും 20 പിക്സലും റൈറ്റും ലെഫ്റ്റും ഓട്ടോയും. അപ്പോൾ നമ്മളിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ? ഒരു ഡിവിനെ എങ്ങനെയാണ് നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യുന്നത് കൂടി ഇതിനോടൊപ്പം പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിനും റൈറ്റിനുമാണ് ഓട്ടോ കൊടുത്തത്, ഇനി ടോപ്പ് ബോട്ടം ഓട്ടോ കൊടുത്താൽ ഇത് ഈ പേജിൻ്റെ സെൻറ്ററിൽ വരുമോ, അതായത് ഇവിടെ വരുമോ എന്നുള്ളത്, അല്ലേ? പക്ഷേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 20 പിക്സൽ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ കൊടുത്തു. ഇപ്പോൾ ടോപ്പ് ബോട്ടം ഓട്ടോയും ലെഫ്റ്റും റൈറ്റും 20 പിക്സലും. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? സെൻറ്ററിൽ വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ടോപ്പ് ബോട്ടം ഓട്ടോ കൊടുത്താൽ അത് ആ ഒരു പേജിൻ്റെ സെൻറ്ററിൽ വരില്ല. ലെഫ്റ്റ് റൈറ്റ് ആണ് നമുക്ക് ഓട്ടോ കൊടുക്കേണ്ടത്. അപ്പം ഇതൊരു കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിവിടെ ഒരു H1 ഉണ്ടെന്നിരിക്കട്ടെ, അതിന് ഞാൻ ഇവിടെ ഹെഡിങ് എന്ന് കൊടുത്തു, ഓക്കെ. ഞാനിവിടെ വന്നിട്ട്
റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് സെൻറ്റർ ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്കിപ്പം H1 വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് സെൻറ്ററിൽ വന്നു, കണ്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു സെയിം കൺസെപ്റ്റ് ഞാനിപ്പോൾ ഇവിടെ മാർജിന് പകരം ഞാനിപ്പം ആ ഒരു ഡിവിന് ഞാൻ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പം H1 നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തപ്പോൾ അത് സെൻറ്ററിൽ വന്നു. അതുപോലെ ഈ ബോക്സ് 1 സെൻറ്ററിൽ വരുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഡിവിന് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിനകത്തുള്ള ടെക്സ്റ്റ് മാത്രമേ സെൻറ്റർ ആവുള്ളൂ. നേരത്തെ ഈ ബോക്സ് 1 എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബോക്സിന് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഈ ബോക്സ് 1 എന്ന് പറയുന്ന കണ്ടൻറ്റ് മാത്രമേ സെൻറ്ററിലാവുള്ളൂ. ആ ഡിവ് ഒരിക്കലും സെൻറ്ററിലേക്ക് വരില്ല. അപ്പോൾ ഒരു ഡിവ് നമുക്ക് സെൻറ്ററിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാർജിൻ ടോപ്പ് ബോട്ടം ഞാൻ 20 പിക്സൽ കൊടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. രണ്ടാമത്തെ വാല്യൂ ഞാൻ ഓട്ടോ കൊടുത്തു. ഞാനിവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ഡിവ് സെൻറ്ററായി, അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ഉള്ളത് കൊണ്ട് അതും സെൻറ്ററായി. ഇത് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമായിരുന്നു, മാർജിൻ എപ്പോഴും എന്താവും, കൊളാപ്സ് ആവും. അതായത് ബോക്സ് 1ൻ്റെ 20 പിക്സലും ബോക്സ് 2ൻ്റെ 20 പിക്സലൂടെ ചേർന്നിട്ട് നമുക്കിവിടെ 40 പിക്സലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 20 പിക്സൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഈ ഇങ്ങനെ കൊളാപ്സ് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നായിരുന്നു. അതെപ്പോഴാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഹെഡിങ് തൽക്കാലം എടുത്ത് കളഞ്ഞു. നമുക്കിപ്പം ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കറിയാം ഈ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3യുടെ പേരൻ്റ് എന്ന് പറയുന്നത് റാപ്പറാണ്. അപ്പോൾ ഞാൻ റാപ്പർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു CSS എഴുതി കൊടുക്കാൻ പോകണം. റാപ്പറിന് ഞാൻ എന്ത് കൊടുത്തു, ഒരു മാർജിൻ ടോപ്പ് ബോട്ടം ഞാനൊരു 20 പിക്സൽ കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ സ്പേസ് ഒന്നും മാറിയിട്ടില്ല, കാരണം നമുക്കറിയാം ഇപ്പോഴും ആ മാർജിൻ അവിടെ കൊളാപ്സായി. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ റാപ്പറിനെ നോക്കുകയാണെങ്കിൽ റാപ്പറിനകത്താണ് ഈ ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 ഉള്ളത്. അതിന് മുകളിലാണ് പാഡിംഗ് ഉള്ളത്, അതിന് മുകളിലാണ് ബോർഡർ ഉള്ളത്, അതിന് മുകളിലാണ് മാർജിൻ ഉള്ളത്. അപ്പോൾ എപ്പോഴാണ് ഈ കൊളാപ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടൻറ്റിനും ഈ മാർജിനും ഇടയ്ക്ക് നമ്മളൊരു ബോർഡറോ അല്ലെങ്കിൽ ഒരു പാഡിങ്ങോ കൊടുക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ പറയാം, ഈ ഒരു കണ്ടൻറ്റിനും ഈ ഒരു മാർജിനും ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ബോർഡറോ അല്ലെങ്കിൽ ഒരു പാഡിങ്ങോ കൊടുക്കുകയാണെങ്കിൽ മാർജിൻ കൊളാപ്സ് ആവില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നറിയാം. അപ്പോൾ ഞാനിവിടെ ഒരു പാഡിങ് കൊടുത്തു, ഒരു പാഡിങ് ഒരു 20 പിക്സൽ കൊടുത്തു. ഞാൻ വന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോണം, ആ സ്പേസ് മാറുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്തു, കണ്ടോ. ഇപ്പോൾ ഈ ഓറഞ്ച് കളർ നോക്കിക്കോണേ, ഈ മുകളിലുള്ള ഓറഞ്ച് കളർ നോക്കിക്കണം. അതായത് റാപ്പറിൻ്റെ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടൻറ്റ് ഇതാണ്, അതിന് മുകളിൽ പാഡിങ് വന്നു, അതിന് മുകളിൽ ബോർഡർ വന്നു. അതായത് കണ്ടൻറ്റിനും മാർജിനും ഇടയ്ക്ക് എന്ത് വന്നു, ഒരു പാഡിങ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ആ മാർജിൻ കൊളാപ്സ് ആവുന്നത് ഒഴിവായി. ഇപ്പോൾ നമുക്കറിയാം 20 പിക്സലും ചേർന്നിട്ട് 20 പിക്സൽ അല്ല ഈ വാല്യൂ, അല്ലേ. നമുക്കിത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഒഴിവാക്കുമ്പോൾ റിസൾട്ട് നമുക്ക് അറിയാം, കണ്ടോ 20 പിക്സലാണ്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കണ്ടോ ഇത്രയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് 60 പിക്സലായി, 40 പിക്സലും അല്ല 60 പിക്സലായി. കാരണം റാപ്പറിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ റാപ്പറിൻ്റെ 20 പിക്സൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിവിടെ നോക്കണേ, 20 പിക്സൽ, അതിന് ശേഷം 20 പിക്സൽ വന്നു, 40 പിക്സലായി. അതിന് ശേഷം ബോക്സ് 1ൻ്റെ എന്താണ് ടോപ്പിലേക്കുള്ള 20 പിക്സൽ, അപ്പോൾ എത്ര പിക്സലായി, 60 പിക്സലായി. കണ്ടോ. ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതൊരു H3 അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാഗിനകത്ത് നമ്മൾ കൊടുത്തപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്, ബോക്സ് 1. അപ്പോൾ നമ്മുടെ മാർക്കപ്പ് ഇങ്ങനെയായിരുന്നു, നമ്മൾ ഡയറക്റ്റ് ബോക്സ് 1 എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ അതൊരു H3 എന്ന് പറയുന്ന ടാഗിലേക്ക് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ മാർജിനും പാഡിങ്ങും എല്ലാം എടുത്ത് കളഞ്ഞു തൽക്കാലത്തേക്ക്. നമ്മൾ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്
നമ്മൾ മാർജിനോ പാഡിങ്ങോ ഒന്നും തന്നെ നമ്മുടെ CSSൽ കൊടുത്തിട്ടില്ല. എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ HTMLനകത്ത് ഒരു H3 കൂടി ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്പേസ് വന്നു. നമുക്കൊന്ന് ഇവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ H3 എടുക്കുമ്പോൾ കണ്ടോ, ഒരു മാർജിൻ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു മാർജിൻ വന്നിട്ടുണ്ട്, 18.720. നമ്മൾ കൊടുത്തിട്ടുള്ളതല്ല. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ H1 കൊടുത്തു, ഒരെണ്ണം H1 കൊടുത്തു, ഒരെണ്ണം നമ്മൾ ഇത് P ആണെന്നിരിക്കട്ടെ, Pക്കകത്ത് ഞാനൊരു ബോക്സ് 3 കൊടുത്തു. ഓക്കെ, അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള 3 div ആയല്ലോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോഴും നമുക്ക് മാർജിൻ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഇതിനൊരു മാർജിൻ ഉണ്ട്, ഇതിനും മാർജിൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിന് 21 വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ പാരഗ്രാഫിനും മാർജിൻ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചുറ്റിലും കണ്ടോ, അതായത് ഈ ഡിവൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇടതുവശത്തൊരു സ്പേസ് ഉണ്ട്, മുകളിലും സ്പേസ് ഉണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതായത് ബോഡിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബോഡി നോക്കുകയാണെങ്കിൽ ബോഡിക്ക് ഇവിടെ ടോപ്പ് റൈറ്റ് ബോട്ടം എന്തുണ്ട്, 8 പിക്സൽ വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബൈ ഡിഫോൾട്ട് എല്ലാ HTML ടാഗിനും അതിൻ്റേതായിട്ടുള്ള സ്പേസിംഗ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് റീസെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, അതായത് ഈ കോഡൊക്കെ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെയെല്ലാം റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ എഴുതണം: H1, H2, H3, H4, H5, H6, പിന്നെ പാരഗ്രാഫ്, പിന്നെ ഡിവ്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാർജിൻ നമ്മൾ ആദ്യം 0 ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ പാഡിങ് നമ്മൾ 0 ആക്കി കൊടുക്കണം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഇപ്പോഴും ഞാനിവിടെ മാർജിനൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് റീസെറ്റ് ചെയ്തു. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം പോയി, പക്ഷേ ബോഡിയുടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതിനർത്ഥം ഇനി നമ്മളിവിടെ ബോഡി കൂടി നമ്മൾ എഴുതി കൊടുക്കണം. ബോഡി എഴുതി കൊടുത്തു. അപ്പം നമുക്ക് കണ്ടില്ലേ, ബോക്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ HTML ടാഗിനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ അതെല്ലാം കൂടി എഴുതി കൊടുക്കാൻ പറ്റുമോ? അത്രയും ഓരോ പ്രോജക്റ്റിനും നമ്മൾ അത്രയും എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ ഒരു സമയത്താണ് നമുക്ക് രക്ഷകനായിട്ട് നമ്മുടെ മറ്റൊരു ഫ്രണ്ട് വന്നിട്ടുള്ളത്. അവൻ്റെ പേരാണ് സ്റ്റാർ. അതെ, പുള്ളിക്കാരൻ സ്റ്റാർ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ജസ്റ്റ് സ്റ്റാർ കൊടുത്തു, അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് പറയും. നമ്മളത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. കണ്ടോ, അതായത് HTMLൽ ഈ സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാ ഡിവിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഈ സ്റ്റാർ കൊടുത്തപ്പോൾ H1 വരും, H2 വരും, H3 വരും, പാരഗ്രാഫ് വരും, ഡിവ് വരും. എല്ലാ എലമെൻറ്റും ഈ ഒരു സ്റ്റാർ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനാണ് നമ്മൾ CSS റീസെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർജിനും പാഡിങ്ങും എന്ത് ചെയ്യണം? എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മാർജിനും പാഡിങ്ങും ഒക്കെ എനേബിൾ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സേവ് ചെയ്യുമ്പോൾ കണ്ടില്ല, നമുക്ക് നേരത്തേക്ക് ഇവിടെ സ്പേസിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ ഇവിടുത്തെയൊക്കെ സ്പേസിങ് ഞാൻ കറക്റ്റ് 40-41 പിക്സൽ എന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് ബോഡിയുടെയൊക്കെ ആ ഒരു 8 പിക്സൽ കൂടി വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ CSSൽ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ബൈ ഡിഫോൾട്ടായിട്ടുള്ള HTMLൻ്റെ സ്പേസിംഗ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്പേസിങ്ങിനനുസരിച്ച് ഓരോ ഡിവും ആക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് കൂടി തരാം, കാരണം ഇത് കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടാസ്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആ ടാസ്ക് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ കോഡ് പെന്നിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നാലും മതി, ഞാനത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. ഇപ്പോൾ കോഡ് പെൻ എന്താണെന്ന് കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോഡ് പെൻ എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ കോഡൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഈ ഹെഡോ അല്ലെങ്കിൽ HTMLോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കേണ്ട, ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ CSS ആണെങ്കിൽ നമ്മൾ ഇതിവിടെ വന്നിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ HTMLൻ്റെ ഈ ഹെഡർ പോർഷനൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിതിവിടെ കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു URL കിട്ടും. ആ URL നമ്മുടെ കമൻറ്റ് ബോക്സിൽ അയച്ചു തന്നാലും മതി. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇപ്പോൾ
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3 മൂന്നിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് 200 പിക്സലാണ്. അപ്പോൾ ആദ്യത്തെ എനിക്ക് ലെഫ്റ്റ് അലൈൻ ആയിരിക്കണം, രണ്ടാമത്തത് സെൻട്രൽ അലൈൻ ആയിരിക്കണം, മൂന്നാമത്തത് റൈറ്റ് അലൈൻ ആയിരിക്കണം. അപ്പം ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു യഥാർത്ഥ കൺസെപ്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.